ഏവർക്കും സുപ്രഭാതം. പ്രതിസന്ധികൾ ഒന്നിനു മീതെ ഒന്നായിട്ട് ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നത് പലപ്പോഴും ആളുകൾ നിരാശരായിട്ട് തീരാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്ക് ഈ പ്രഭാതത്തെ സൂചിപ്പിക്കട്ടെ. നിന്റെ ന്യായപ്രമാണത്തെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ജീവിതത്തിന്റെ ഏത് തലങ്ങളെയും അതിജീവിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ മതി. ആ ന്യായപ്രമാണത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ നമുക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ബലം ലഭിക്കും. എന്തിന്? അതികാഠിന്യമുള്ള രോഗം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇയ്യോബിനെ പോലെ കാഠിന്യമുള്ള ജീവിതത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോയി അതിനപ്പുറത്തെത്തിയ ഇയ്യോബിന്റെ ജീവിതം നമുക്ക് ശക്തിയും ബലവും തരുന്നതാണ്. ഏകാന്തമായ ജീവിതം നയിച്ച ഏലിയാവിലേക്ക് നമ്മുടെ ഏകാന്തതയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിനപ്പുറത്ത് ഏലിയാവ് അനുഭവിച്ച നന്മ കണ്ട് സന്തോഷിപ്പാൻ ഇടയാകുന്നതാണ്. എന്തിന്? ജീവിതത്തിൽ രോഗമൊന്ന് മാറ്റിത്തരാമോ എന്ന് നിലവിളിച്ച് ചോദിച്ചപ്പോൾ രോഗം മാറുകയല്ല, കൃപ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ ആത്മനാഥന്റെ വചനങ്ങൾ സ്വാന്തനമായിട്ട് പൗലോസിനിരുന്നെങ്കിൽ ആ പൗലോസ് നമുക്ക് ശക്തി നൽകുകയാണ്. പോരാ, ജീവിതത്തിന്റെ ഏത് തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ ആത്മനാഥന്റെ വചനങ്ങൾ കൂടെയുണ്ടെങ്കിൽ അതല്ലയോ ഏറ്റവും ആശ്വാസം. ഇന്ന്